വെന്റിലേറ്ററിൻ്റെ ഓക്സിജൻ്റെ അളവൊക്കെ ശരിയായതിനു ശേഷവും അമ്മയെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നു. അതിൽ നിന്ന് അമ്മ എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ എല്ലാം കൺട്രോൾഡ് ആയി, അമ്മയുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു. ഇപ്പം ആള് നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉഷാറായിട്ടല്ലേ, പണ്ടത്തെ പോലെ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും അവളെ രക്ഷിക്കണം. ശരിക്കുമുള്ളൊരു ഊർജ്ജം തരുന്നത് ഇതുപോലുള്ള അമ്മമാരുടെ അച്ഛന്മാരുടെയും സന്തോഷവും ചിരിയുമാണ്. എൻ്റെ പേര് ജനാർദ്ദനാണ്, പയ്യന്നൂരിൽ വരുന്നത്. ഭാര്യ ചന്ദ്രമതി. GMC പെരിയാരത്ത് അവരുടെ ട്രീറ്റ്മെന്റ് തീരെ പിടിക്കാത്തത് കൊണ്ട് നേരെ അവിടുന്ന് കഴിഞ്ഞ മാസം 24-ന് നേരെ കിംസിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുമായിരുന്നു. ന്യൂമോണിയ ബാധിച്ചിരുന്നു ലെൻസിനെ. അപ്പോൾ അത് കാരണം ട്രീറ്റ്മെന്റ് വൈകാൻ പാടില്ല എന്നുള്ള ഇതുകൊണ്ടാണ് കിംസിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും വിളിച്ച് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്തെടുത്ത് നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമായിരുന്നു. അപ്പോൾ ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്ന് പിന്നെ 2 ആഴ്ച എല്ലാ കഴിവുള്ള നമ്മുടെ അരുൺ ഡോക്ടറാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ജുനൈദ് ഡോക്ടർ, ദിലീപ് ഡോക്ടർ, എല്ലാ ഡോക്ടറുടെയും ദേവരാജ് ഡോക്ടർ, ഇവരുടെയൊക്കെ കഴിവുകൊണ്ടാണ് എൻ്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അമ്മ ഇവിടെ ICUയിൽ അഡ്മിറ്റായ സമയത്ത് തൊട്ടിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് ICUയിലായിരുന്നു, അരുൺ സാറിന് അണ്ടല്ലായിരുന്നു അമ്മ മെയിനായിട്ട് അഡ്മിറ്റ് ആയതും ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. കാരണം വെന്റിലേറ്ററിലായിരുന്നു അമ്മ വന്നപ്പം, മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ വെന്റിലേറ്ററിലായ സമയത്ത് അമ്മയ്ക്ക് ബോധം കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ന്യൂമോണിയ മാത്രമല്ല, തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഫെക്ഷൻ കൂടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഏതാണ്ട് ഒരു 14 ദിവസം അല്ലേ, ഒരു 1 വീക്കോളം വെന്റിലേറ്ററും അത് കഴിഞ്ഞിട്ട് അത് ഇനിയും മുന്നോട്ട് പോകുന്നുള്ള ഒരു സംശയം തോന്നിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്യൂബ് മാറ്റിയത്. നമ്മൾ നിങ്ങളായിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ നമ്മളെ അഭിപ്രായം ഒരുമിച്ച് എടുത്തിട്ട് അങ്ങനെ ആ തീരുമാനത്തിലേക്ക് മാറ്റി നമ്മൾ ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞ ഇതിലേക്ക് മാറ്റി. പിന്നെ അവിടുന്ന് എല്ലാം പിന്നെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെന്റ് എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ അമ്മയുടെ നമ്മൾ പിന്നെ അവിടുന്ന് വെന്റിലേറ്ററിൽ പതിയെ ചെറിയൊരു മെഷീനിലേക്ക് മാറ്റി. അതിൽ നിന്ന് അമ്മ എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ എല്ലാം കൺട്രോൾഡ് ആയി, അമ്മയുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു. ഇപ്പം ആള് നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉഷാറായിട്ടല്ലേ, പണ്ടത്തെ പോലെ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെ കൂടി ഒരു സപ്പോർട്ട് കൊണ്ട് കൂടിയാണ്. അപ്പൊ നമ്മളിത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ പലർക്കുള്ള ധാരണ എന്ന് പറയുന്നത് ഇതുപോലെ കഴുത്തിൽ ട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ഉള്ള സംഭവമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റാൻ പറ്റില്ല, ഇവിടെ പെർമനന്റ് ഹോള് വരും, പിന്നെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ അമ്മയുടെ കേസിന് നോക്കും, നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ ഉഷാറായിട്ട് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. രാത്രി പിന്നെ സിസ്റ്റർമാർ പിന്നെ വീണ്ടും പോലെ എല്ലാം ചെയ്തു. അവര് രാത്രിയിൽ നല്ല സുഖമായിട്ട് നോക്കി. നമുക്ക് ഓർമ്മയുണ്ടോ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞതല്ലേ? ICUയിൽ ഇവിടെ കിടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ട്യൂബ് ഇട്ട സമയത്ത് ഉണ്ടായത് എനിക്ക് ഓർമ്മ വന്നിട്ടില്ല. ചിക്കൻ പോക്സിന്റെ ന്യൂമോണിയ തന്നെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഓർമ്മയും കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ശ്വാസകോശത്തിനെ ബാധിച്ചതുപോലെ തന്നെ അമ്മയ്ക്ക് ബ്രെയിനെയും കുറച്ച് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയെ നമുക്ക് വെന്റിലേറ്ററിൻ്റെ ഓക്സിജൻ്റെ അളവൊക്കെ ശരിയായതിനു ശേഷവും അമ്മയെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നു. നമ്മളിപ്പോൾ കിംസ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു 36 ആഴ്ചകൾ. ഈ 36 ആഴ്ചയിൽ നമ്മുടെ മുന്നിലുള്ള ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഈ സന്തോഷവും ചിരിയും ഇതുപോലുള്ള ഒരുപാട് അച്ഛന്മാരുടെയും അമ്മമാരുടെയും ചിരികൾ തന്നെയാണ് ശരിക്കുമുള്ളൊരു ഊർജ്ജം തരുന്നത്. ഇതുപോലുള്ള അമ്മമാരുടെ അച്ഛന്മാരുടെയും സന്തോഷവും ചിരിയുമാണ്. അപ്പം വരുന്ന സമയത്ത് അമ്മയുടെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടായിരുന്നു. അപ്പം അച്ഛൻ ഈ പറഞ്ഞ പോലെ മകനും അച്ഛനും കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നും അച്ഛൻ ഞാൻ വളരെ സീരിയസ് ആണെന്ന് എമർജൻസി തന്നെ പോയി ഞാൻ കണ്ടിരുന്നു. അവിടെ വെച്ചിട്ട് അമ്മയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ ആ സമയത്തും അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും അവളെ രക്ഷിക്കണം. ഒരു ടീം എഫർട്ടിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അമ്മ ഇന്ന് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അത് കാണുമ്പോൾ കൂടുതൽ സന്തോഷം.